ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ സൂറത്തുൽ കഹ്ഫിൻ്റെ 16, 17, 18 ആയകളാണ് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തആല അല്ലേ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ ഒന്ന് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് വിശദീകരിച്ച രീതിയിലുള്ള കഥകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആരാണ് അസ്ഹാബുൽ കഹ്ഫ്? ഒരു കൂട്ടം യുവാക്കളായിരുന്നു. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു? അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ചു. അതേപോലെ തന്നെ തൗഹീദിൽ ഉറച്ചു നിന്ന ഒരു കൂട്ടം യുവാക്കളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഷിർക്കിൽ ചെയ്യാൻ നിർബന്ധിക്കുന്ന രാജാവിൻ്റെ അനുയായികളും രാജാവിൻ്റെ ആളുകളുടെയും കൂടെ ജീവിക്കാൻ അവർക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? ആ നാട് വിട്ട് ഓടിപ്പോവുകയാണ് അല്ലേ. അങ്ങനെയാണ് അവർ ഗുഹയിലെത്തിയത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നതെന്ന് വെച്ചാൽ അവർ രാജകുടുംബത്തിലെ അംഗങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഉന്നതന്മാരുടെ സന്താനങ്ങളായിരുന്നു അവരെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ നാട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും അല്ലേ, ഭൂമിയിലുള്ള എല്ലാ അലങ്കാരങ്ങളും ആസ്വദിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അവർ യുവാക്കളാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും ആണ് അവരെന്ത് ചെയ്ത്? അവരൊഴിവാക്കി. എല്ലാ അലങ്കാരങ്ങളെയും ഒഴിവാക്കിയിട്ടാണ് അവരെന്ത് ചെയ്ത്? അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിച്ച് അവരെന്ത് ചെയ്തു? ഗുഹയിലേക്ക് അഭയം തേടിയത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 16-ാമത്തെ ആയാണ്. 16-ാമത്തെ ആയാൽ വഇദ് യഅ്തസൽതുമൂഹും. വഇദ് യഅ്തസൽതുമൂഹും എന്ന് പറഞ്ഞാൽ വഇദ് ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം. യഅ്തസൽതുമൂ എന്ന് പറഞ്ഞാൽ അവർ വിട്ടാകുന്നു, ഒഴിവാക്കി. ആരെ? ഹും എന്ന് പറഞ്ഞാൽ ഇവിടെ ഹും ഇത് അവരുടെ ജനങ്ങളാണ്, രാജാവും അവരുടെ ജനങ്ങളും. ഹും. അപ്പോൾ ഈ ഒരു അയൽ ഒരു സെൻറ്റൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാവ് ആൻഡാണ്. വാവ് ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം. ഇത് അവർ വിട്ടൊഴിഞ്ഞ സന്ദർഭം. ഇത് യഅ്തസൽതുമൂ എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കി, എന്താക്കി? അവർ ഈ ജനങ്ങളെയും രാജാവിനെയൊക്കെ ഉപേക്ഷിച്ച്. ഹുമാണ് ആര്? ആ നാട്ടിലെ അവരുടെ ജനങ്ങൾ, രാജാവും അവരുടെ ജനങ്ങളെയും കൂടി പറയുന്നതാണ് ഹും. പിന്നെ എന്ത് ഒഴിവാക്കി? വമാ യഅ്ബുദൂന. വ ആൻഡ് മാ ഏതാണോ അത്. യഅ്ബുദൂന എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കുന്നതിനെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനയും അല്ലെങ്കിൽ ബിംബങ്ങളെയും, എന്തിനാണോ അവർ ആരാധിച്ചത് അതിനെയും അതുപോലെ തന്നെ അവരുടെ ആരാധനയെയും എല്ലാം അവരെയും അവരുടെ ആരാധിച്ചതിനെയും എന്ത് ചെയ്തു? അവർ ഒഴിവാക്കി. ഈ യുവാക്കൾ ഒഴിവാക്കി. ഇല്ല അല്ലാഹ. എന്തിനെ ഒഴിവാക്കിയില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒഴിവാക്കിയില്ല. ഇല്ല അല്ലാഹ, അള്ളാഹുവിനെ കൂടാതെ. അപ്പോൾ ഇതിൻ്റെ ഒരു മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അള്ളാഹുവിനെ അവർ ആരാധിച്ചിരുന്നു, കൂടാതെ വേറെയും വസ്തുക്കളെ അവരെന്ത് ചെയ്തിരുന്നു? ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ യുവാക്കൾ എന്ത് ചെയ്തു? അവരെയും ഈ ജനങ്ങളെയും രാജാവിനെയും ജനങ്ങളെയും, അപ്പോൾ അവരുടെ കുടുംബക്കാർ എല്ലാവരെയും ഒഴിവാക്കി, അവരാരാധിക്കുന്നതിനെയും ഒഴിവാക്കി, ആരാധനാ രീതിയെയും ആരാധിച്ച വസ്തുക്കളെയും എല്ലാത്തിനെയും ഒഴിവാക്കിയിട്ട് ആരെ ഒഴിവാക്കിയില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒഴിവാക്കി. ഇല്ലല്ലാഹ്
ഊ. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഇത് ഈ ഒരു വാക്കുകൾ അവർ പരസ്പരം പറയുന്നതാണെന്നാണ് പറയുന്നത്. ഈ ഒരു ആയയിലുള്ള വാക്കുകൾ അവർ പരസ്പരം പറയുന്നതാണെന്നാണ് തഫ്സീറിൽ കാണുന്നത്. അപ്പം ഊ എന്ന് പറഞ്ഞാൽ ഊ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ അഭയം പ്രാപിക്കുകയും ചെയ്തു. അഭയം പ്രാപിക്കുവീൻ, ഇതൊരു ഫിഅൽ അമ്രാണ്, കൽപ്പനക്രിയയാണ്. ഊ, നിങ്ങൾ അഭയം പ്രാപിക്കൂ. ഊ, അതുകൊണ്ട് അഭയം പ്രാപിക്കുവീൻ. ഓക്കെ, ഫിഅൽ അമ്ര, കൽപ്പനക്രിയയാണ്. ഇലൽ കഹ്ഫി, എവിടെയാണ് അഭയം പ്രാപിക്കേണ്ടത്? കഹ്ഫിനുള്ളിൽ. ഇലൽ കഹ്ഫ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യൻഷുർ ലക്കും, യൻഷുർ നഷ്റ എന്ന് പറഞ്ഞാൽ വിശാലപ്പെടുത്തുക. യൻഷുർ വിശാലപ്പെടുത്തും, വിശാലപ്പെടുത്തി തരും. ആര്? ലക്കും, നിങ്ങൾക്ക്. ആര്? റബ്ബുക്കും. അപ്പോൾ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിശാലപ്പെടുത്തി തരും. എന്ത്? മിർ റഹ്മതിഹി, മിൻ ഇൽ നിന്ന്. റഹ്മത്ത് കാരുണ്യം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? വിശാലപ്പെടുത്തി തരും എന്നാണ് പറയുന്നത്. ഓക്കെ, മിർ റഹ്മതിഹി. പിന്നെ വാവ്, വാ, വേറെ ഒരു കാര്യം കൂടി ചെയ്യും. എന്താണ്? വയുഹയ്യി, വയുഹയ്യി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിപ്പെടുത്തി തരിക, സജ്ജമാക്കി തരിക. വയുഹയ്യി ലക്കും, നിങ്ങൾക്ക്. മിൻ അംരിക്കും, മിൻ ഇൽ നിന്ന്, അമ്ര കാര്യം, കും നിങ്ങളുടെ, കും നിങ്ങളുടെ. അപ്പം നിങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് എന്തു ചെയ്യും? ശരിപ്പെടുത്തി, നിങ്ങളെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തി തരികയും ചെയ്യും. അതാണ് മിർഫഖ. മിർഫഖ എന്ന് പറഞ്ഞാൽ ആവശ്യമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തി തരികയും ചെയ്യും. അപ്പോൾ ഇവർ പരസ്പരം പറയുകയാണെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇവരെന്താണ് ചെയ്തത്? ആദ്യം അവരുടെ എല്ലാത്തിനെയും ഒഴിവാക്കിയില്ലേ? അവരുടെ ആളുകളെയും അവരെ ആരാധ്യ വസ്തുക്കളെയും ആരാധന രീതിയെയും എല്ലാം ഒഴിവാക്കി. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? ആരും ഒഴിവാക്കിയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒഴിവാക്കിയില്ല. അപ്പോൾ ആ ഒഴിവാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഗുഹയിൽ അഭയം പ്രാപിക്കൂ. നിങ്ങൾ അഭയം പ്രാപിക്കൂ. ഇവിടെ ഇലൽ കഹ്ഫ്. അപ്പോൾ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുക? എന്താ ഒരു നേട്ടമുള്ളത്? യൻഷുർ ലക്കും, അല്ലേ? യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി. അള്ളാഹു അതിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലപ്പെടുത്തി തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾക്ക് വിശാലപ്പെടുത്തി തരും. പിന്നെ എന്തും ചെയ്യും? വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ. വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ. രണ്ട് കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക എന്നാണ്. ഒന്നെന്താണ്? അവരുടെ കാര്യങ്ങൾ, അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു ശരിപ്പെടുത്തി കൊടുക്കും. അവർക്ക് ആവശ്യമായ, അല്ലേ, ഗുഹയിൽ അവർക്ക് ഒന്നുമില്ലല്ലോ, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ശരിപ്പെടുത്തി കൊടുക്കും, അല്ലെങ്കിൽ സജ്ജമാക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. അത് അവർ തന്നെ പറയാണ്, ഒരു പരസ്പരം പറയാണ്. അപ്പോൾ അവരെല്ലാത്തിനെയും, അല്ലേ, അള്ളാഹുവിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും ഒഴിവാക്കി. അപ്പോൾ ഒഴിവാക്കിയ സ്ഥിതിക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും. എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും വിശാലമാക്കി കൊടുക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് അവരുടെ തഫ്സീർ, അവരെയും, അല്ലേ, അവരെയും അള്ളാഹു ഒഴികെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെയും നിങ്ങൾ വിട്ടൊഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ആ ഗുഹയിൽ അഭയം പ്രാപിച്ചു കൊള്ളുക. നിങ്ങളുടെ രക്ഷിതാവ് അവൻ്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾക്ക് വിശാലമാക്കി തരുകയും നിങ്ങളുടെ കാര്യത്തിൽ സൗകര്യമേർപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ മൊത്തം തഫ്സീർ. അപ്പോൾ അടുത്തായ വതറ,
തറ വ ആൻഡ് തെറ തെറ എന്ന് പറഞ്ഞാൽ നിനക്ക് കാണാം. ഇവിടെ തായാണ് എന്ത് നീ നിനക്ക് എന്നുള്ളത് സൂചിപ്പിക്കാനുള്ളത് തായാണ്. തെറ നിനക്ക് കാണാം. തെറ അല്ലെങ്കിൽ നീ കാണും. അശംസ അശംസ എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യനെ. ഇതാ ഇതാ എന്ന് പറഞ്ഞാൽ സന്ദർഭം അവസരം ആ സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതാ ത്വലഅത്ത് ത്വലഅത്ത് എന്ന് പറഞ്ഞാൽ ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉദിച്ചാൽ. ഇപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ നിനക്ക് കാണാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. സൂര്യൻ ഉദിക്കുമ്പോൾ നിനക്ക് കാണാം. ഇപ്പോൾ എന്താണ് കാണുന്നത്? തജാവറു. ഇവിടെ ത്വലഅത്ത് എന്നുള്ള സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാരണം സൂര്യൻ എന്താണ്? സൂര്യൻ സ്ത്രീലിംഗമാണ്. അശംസ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തത്? ത്വലഅത്ത്. അപ്പോൾ ഈ താ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാനുള്ള തായാണ്. ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീലിംഗ നാമത്തിന് സ്ത്രീലിംഗത്തിൽ പെടുന്ന നാമത്തിൽ ഏതിലെങ്കിലും പ്രവൃത്തി സൂചിപ്പിക്കുക അല്ലെങ്കിൽ പേര് സൂചിപ്പിക്കുന്നത് സ്ത്രീലിംഗത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ത്വലഅത്ത്. അപ്പോൾ ത്വലഅത്ത് ഇത ത്വലഅത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോൾ. തജാവറു എന്ന് പറഞ്ഞാൽ ചായുന്നതായി അല്ലെങ്കിൽ തെറ്റുന്നതായി. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിൻ്റെ എന്താണ് വെയിലിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. തെറ്റുന്നതായി. അൻ കഫിഹിം ഗുഹ വിട്ട്. എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചെന്നാണ്. കഫിഹിം കഫ് എന്ന് പറഞ്ഞാൽ ഗുഹ, ഹിം എന്ന് പറഞ്ഞാൽ അവരുടെ. അപ്പോൾ അവരുടെ ഗുഹ വിട്ട് ദാത്തൽ യമീനി വലതുവശത്തോട്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഈ സൂര്യൻ എന്ത് ചെയ്യുന്നു? അവരുടെ ഗുഹ വിട്ടിട്ട് വലതുവശത്തോട്ട് ചെരിഞ്ഞു പോകും. പിന്നെയോ വൈദ ഖറബത്ത് വൈദ എന്ന് പറഞ്ഞാൽ വ ആൻഡ് ഇതാ സന്ദർഭം. ഖറബ അസ്തമിക്കുക. ഖറബത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് സൂര്യനാണ് അസ്തമിക്കുന്നത്. അപ്പോൾ ഖറബത്ത് അത് അസ്തമിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ. തഖ്രീദുഹും എന്ന് പറഞ്ഞാൽ അത് അവരെ മുറിച്ച് കടക്കും. ദാത്ത ഷിമാൽ ഇടത് ഭാഗത്തോട്ട് മുറിച്ചടക്കും. വഹും എന്ന് പറഞ്ഞാൽ അവർ ഈ ഗുഹയിൽ താമസിക്കുന്ന ആളുകൾ. വഹും അവർ എന്താണ്? ഫീ എന്ന് പറഞ്ഞാൽ ഇൽ. ഫജുവത്തി എന്ന് പറഞ്ഞാൽ അവർ ഒരു വിശാലമായ സ്ഥലത്താണെന്ന്. ഫജുവത്തി എന്ന് പറഞ്ഞാൽ വിശാലം, ഗുഹയുടെ ഉള്ളിലെ വിശാലമായ സ്ഥലമാണ്. ഫജുവത്തിൻ മിൻഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന്, മിൻഹു അതിൻ്റെ. ഇവിടെ എന്താണ്? ഗുഹയെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ഗുഹയുടെ ഒരു വിശാലമായ ഭാഗത്താണ് അവർ കിടക്കുന്നത്. ഓക്കെ. ദാലിക മിൻ ആയാത്തില്ല. ഇത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഒരു അത്ഭുതം അല്ലേ? അത്ഭുതമാണ് പറയുന്നത്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അത് ഗുഹ വിട്ട് എങ്ങോട്ട് പോകും? വലത്തോട്ട് പോകും. അസ്തമിക്കുന്ന സമയത്ത് അത് ഗുഹ വിട്ടിട്ട് ഇടത്തോട്ട് പോകും. അങ്ങനെ എന്തിനാണെന്ന് വെച്ചാൽ ഗുഹയ്ക്കുള്ളിലോട്ട് വെയിൽ തട്ടാതിരിക്കാൻ. ഗുഹയിൽ കിടക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണിത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ അവർ ഗുഹയുടെ ഒരു വിശാലമായ സ്ഥലത്ത് കിടക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഗുഹയിൽ ഉറക്കി കിടത്തിയാണല്ലോ. ഈ ഒരു കഥയുടെ ചുരുക്കം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവർ ഗുഹയിൽ കയറിയിട്ട് അവർ ദുആ ചെയ്തു അല്ലേ. ദുആ ചെയ്ത സമയത്ത് അവർക്ക് അള്ളാഹു എന്ത് ചെയ്ത്? ഉറക്ക് കൊടുത്തു അല്ലേ, ഒരു ഗാഠനിദ്ര കൊടുത്തു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വെയിൽ അല്ലേ, ഗുഹയ്ക്കുള്ളിലേക്ക് വെയിൽ തട്ടാതിരിക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്തു? അള്ളാഹു സൂര്യനെ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും ഈ ഗുഹയിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്ത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് സൂര്യപ്രകാശം കിടക്കും, പക്ഷെ എന്ത് കിടക്കില്ല? വെയിൽ
ഉണ്ടാവില്ല. അതാണ് തഫ്സീർ നമുക്ക് കൂടുതൽ നോക്കാം ഇൻഷാ അല്ലാഹ്. കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഗുഹ വിട്ട് വലത്തോട്ടും അസ്തമിക്കുന്ന സമയത്ത് ഗുഹ വിട്ട് ഇടത്തോട്ടും എന്ത് ചെയ്യുന്നു, സൂര്യനെ മാറി അല്ലേ തെറ്റിപ്പോവുക. ഗുഹാമുഖത്ത് നിന്ന് സൂര്യന് തെറ്റിപ്പോവുക. അത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണെന്ന് ലാസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത്. ആയുടെ ബാക്കി ഭാഗം ഇതാണ്. ഇതൊരു വലിയ ആയാണത്. ഓക്കെ. മൻ യഹ്ദില്ല അള്ളാഹു ആരെങ്കിലും, മൻ എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും, മൻ ആരെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആരെയെങ്കിലും, മൻ യഹ്ദില്ല അള്ളാഹു ആർക്കെങ്കിലും ഹിദായത്ത് കൊടുത്താൽ, മൻ യഹ്ദില്ല ഫഹുവൽ മുഹ്തദ്, ഫഹുവ അപ്പോൾ ഹുവ അവൻ, മുഹ്തദ് എന്താണ്, അവന് ഹിദായത്ത് കിട്ടി. അപ്പോൾ ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഹിദായത്ത് കൊടുത്താൽ, ആരെങ്കിലും നേർമാർഗത്തിലാക്കിയാൽ അവർക്ക് നേർമാർഗം കിട്ടി, അവർക്ക് ഹിദായത്ത് കിട്ടി. വമൻ യുദ്ലിൽ ആരെങ്കിലും പിഴപ്പിച്ചാൽ അല്ലെങ്കിൽ വഴികേടിലാക്കിയാൽ, വഴി പിഴപ്പിച്ചാൽ, ഫലൻ തജിദ ഫലൻ അപ്പോൾ ലൻ ഇല്ല, തജിദ എന്താ തജിദ എന്ന് പറഞ്ഞാൽ കാണുകയില്ല. ഫലൻ തജിദ അവൻ കാണുകയില്ല, അല്ലെങ്കിൽ നീ കണ്ടെത്തുകയില്ല, ലഹു അവന്, ലഹു വലിയൻ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധുവേയും, മുർഷിദ നേർമാർഗം നൽകുന്ന. അപ്പോൾ ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഹിദായത്ത് കൊടുത്താൽ അവർക്ക് ഹിദായത്ത് കിട്ടി. ആരെങ്കിലും വഴി പിഴപ്പിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹു ആരെയും വഴി പിഴപ്പിക്കുകയല്ല, അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, വഴി പിഴച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ വഴിപിഴവിലായിപ്പോയാൽ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അള്ളാഹുവിനെ വഴികേടിലാക്കും. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഫലൻ തെജ് അവർക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിനക്ക് കാണാൻ പറ്റൂല, ലഹു അവർക്ക് വലിയൻ ഒരു ബന്ധുവേയും, മുർഷിദ നേർമാർഗത്തിലാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് തൻ്റെ ഇടമുള്ള അല്ലെങ്കിൽ അവരെ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരാളെയും നിനക്ക് കാണാൻ പറ്റൂല. ഒരു ബന്ധുവേയും, അവന് വലിയെന്ന് പറഞ്ഞാൽ ബന്ധു പറയാം. അത് വഴി പിഴച്ച ആളുകൾക്ക് നേർവഴി കാണിക്കാനുള്ള ഒരു ബന്ധുവേയും നിനക്ക് കാണാൻ പറ്റൂല. ഓക്കെ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എല്ലാവരോടും കൂടി പറയാണ്. അപ്പോൾ ആരെങ്കിലും അള്ളാഹു നേർമാർഗത്തിലാക്കിയാലാണ് നേർമാർഗം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേർമാർഗത്തിലാക്കുന്നത് ഇപ്പം അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അവരാദ്യം അള്ളാഹുവിൽ ഉറപ്പിച്ച്, അള്ളാഹുവിൽ വിശ്വസിച്ച്, അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് നിന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്തത്, സഹായങ്ങളൊക്കെ കിട്ടിയത്. അതാണ് ഒരു ആയയുടെ മീനിങ് ആണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അത് അവരുടെ ഗുഹ വിട്ട് വലത് ഭാഗത്തോട്ട് മാറിപ്പോവും. അത് അസ്തമിക്കുമ്പോൾ അത് അവരെ വിട്ട് കടന്ന് ഇടത് ഭാഗത്തേക്ക് പോകുന്നതും നിനക്ക് കാണാം. ഈ കഥ പിന്നെ അല്ലേ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എന്താ പറഞ്ഞത്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, ഈ ഒരു കഥ നിനക്ക് യഥാർത്ഥമായ രീതിയിൽ ഞാൻ വിവരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഗുഹ വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ സൂര്യൻ മാറിപ്പോന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് വെയിലേൽക്കുന്നില്ല. അവരടുത്ത് എന്ന് പറഞ്ഞാൽ കഹ്ഫിൻ്റെ ഉള്ളിലെ ആളുകൾ എന്താണ്, ഒരു വിശാലമായ ഭാഗത്താണ്, കഹ്ഫിൻ്റെ ഉള്ളിലെ ഒരു വിശാല ഭാഗത്താണ് അവർ കിടക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഉള്ളിലോട്ട് വെയിൽ തട്ടാതിരിക്കാനും. ഉള്ളിൽ സൂര്യപ്രകാശം തട്ടുകയും ചെയ്യും, ആവശ്യത്തിനുള്ള പ്രകാശം ഉണ്ടാവും, പക്ഷെ എന്തില്ല, വെയിൽ അടിക്കൂല. അപ്പോൾ അള്ളാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. അള്ളാഹു ആരെ ദുർമാർഗത്തിലാക്കുന്നുവോ അവനെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു രക്ഷിതാവിനെയും
അല്ലെങ്കിൽ രക്ഷാധികാരിയെയും നിനക്ക് നീ കണ്ടെത്തുന്നതല്ല. ഓക്കെ. അടുത്തായ 18ാമത്തെ ആയൽ വതഹ്സബുഹും തഹ്സബ് എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കും അല്ലേ. തഹ്സബുഹും എന്ന് പറഞ്ഞാൽ വിചാരിക്കും. ഹസിബ എന്ന് പറഞ്ഞാൽ വിചാരിക്കുക എന്നാ. തഹ്സബുഹും നീ വിചാരിക്കും. ആൻഡ് തഹ്സബു നീ വിചാരിക്കും. ഹും അവർ, നീ വിചാരിക്കും. ഹും അവർ ഐഖാദൻ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക എന്നാണ്. ഉണർന്നിരിക്കുന്നവരാണെന്ന് നീ കരുതും. അപ്പം ഗുഹയിലോട്ട് നോക്കുന്ന സമയത്ത് അവർ ഉണർന്നിരിക്കുകയാണെന്ന് നിനക്ക് തോന്നും. വഹും പക്ഷെ അവരാകട്ടെ റുഖൂദ് അവരെന്താണ്, ഉറങ്ങുന്നവരാണ്. അപ്പോൾ അവരെ നോക്കിയാൽ കാണുന്ന ആൾക്കാർക്ക് എന്ത് തോന്നും, അവർ ഉണർന്ന് കിടക്കുകയാണെന്ന് തോന്നും. പക്ഷേ അവരെന്താക്കുകയാണ്, ഉറങ്ങുകയാണ്. വനുഖല്ലിബുഹും നാം അവരെ മറിച്ചിട്ട് കൊണ്ടേയിരിക്കും. ആൻഡ് കല്ലബ എന്ന് പറഞ്ഞാൽ മറിച്ചിടുക എന്നർത്ഥം. നുഖല്ലിബു എന്ന് പറഞ്ഞാൽ നൂന് നാം എന്നുള്ളത് അള്ളാഹു താലയെ സൂചിപ്പിക്കാനാണ് നുഖല്ലിബുഹും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം അവരെ ഹും എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ ഗുഹാവാസികൾ. നാം അവരെ മറിച്ചിട്ട് കൊണ്ടേയിരിക്കും. ദാത്തൽ യമീനി ഇടതുവശത്തേക്കും വദാത്ത ഷിമാൽ വലതുവശത്തോട്ടും. ദാത്തൽ യമീനി എന്ന് പറഞ്ഞാൽ വലതുവശത്തോട്ടും വദാത്ത ഷിമാലി ഇടതുവശത്തോട്ടും. അപ്പോൾ ഇടതുവശത്തോട്ട് വലതുവശത്തോട്ട് വരെ മറിച്ചിട്ട് കൊണ്ടേയിരിക്കും. വകൽബുഹും വകൽബു അവരുടെ നായ. ബാസിത്തു എന്ന് പറഞ്ഞാൽ നീട്ടിവെച്ചത്. എന്താണ് നീട്ടിവെച്ചത്? ദിറാഅൈഹി എന്ന് പറഞ്ഞാൽ അവരുടെ ഈ നായയുടെ കൈകൾ, മുഴങ്കൈകൾ. ബിൽ വസീദ് എന്നിട്ട് നായ എവിടെയാണ് കിടക്കുന്നത്? ഗുഹയുടെ മുഖത്താണ് ഉണ്ടാകുക. അപ്പോൾ ഗുഹാമുഖത്ത് എന്തുണ്ട്? ഒരു നായയുണ്ട്. ഗുഹയിലുള്ള ആളുകളുണ്ട്, നായയുണ്ട്. അപ്പോൾ പറയുന്നത് ഗുഹയിലോട്ട് നോക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നീ നോക്കുകയാണെങ്കിൽ നീ വിചാരിക്കുക എന്താണ്, അവർ ഉണർന്നിരിക്കുകയാണെന്ന്, അയക്കോളനാണെന്ന് നീ വിചാരിക്കും. പക്ഷേ അവരെന്താണ്, അവർ ഉറങ്ങുകയാണ്, അവർ ഉറങ്ങിക്കിടക്കുകയാണ്. വനുഖല്ലിബുഹും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യുന്നു, വലതുവശത്തോട്ട് ഇടതുവശത്തോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊണ്ടേയിരിക്കുന്നു. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ മറിച്ചിട്ട് കൊണ്ടേയിരിക്കുക. പിന്നെ വേറെന്തും കൂടിയുണ്ട്, ഒരു നായയുണ്ട്. കൽബുഹും അതിൻ്റെ മുഴങ്കൈ നീട്ടി വെച്ചിട്ട് ഈ ഗുഹാമുഖത്തത് കിടക്കുന്നുണ്ട്. ഇനി മനസ്സിലായിട്ടായിരിക്കുക. ആയയുടെ ബാക്കി ഭാഗമാണിത്. ലവി ത്വലഅത്ത എന്ന് പറഞ്ഞാൽ പിന്നെ എത്തി നോക്കുക, നമ്മൾ പാടി വെക്കൂലേ, അങ്ങനെ നോക്കുന്നതിനാണ് പറയുന്നത് ത്വലഅ. ലവി ത്വലഅത്ത ലവി അല്ല, ഇത് ശരിക്കും ലവ് ആണ്. ലവ് എങ്കിൽ എന്നുള്ള മീനിങ് ആണ് ലവ് എങ്കിൽ. ലവ് ഇത്വലഅത്ത എന്ന് പറഞ്ഞാൽ നീ അതിൻ്റെ ഉള്ളിലോട്ട്, ഗുഹേൻ്റെ ഉള്ളിലോട്ട് എത്തി നോക്കൂലേ, നമ്മൾ പാളി നോക്കൂലേ, അതിന് എത്തി നോക്കിയിരുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ ലവി വരാൻ കാരണം ഹംസത്തുൽ വസ്ലാണ് ഒന്ന്, പിന്നെ ഉച്ചരിക്കുന്നത് ത്വായാണ്. ഈ ഇടയ്ക്ക് വരുന്ന ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കില്ല, നമുക്കറിയാലോ. ലവി കഴിഞ്ഞിട്ട് ഹംസത്തുൽ വസ്ലാണ്. പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരം ത്വായാണ്. ത്വായ്ക്ക് ശ്രദ്ധയാണ്. അപ്പോൾ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ സുക്കൂനായിരിക്കും, അടുത്തത് ആണ് ത്വാ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, വി വന്നത്. ലവി ത്വലഅത്ത. രണ്ട് സുക്കൂൻ അടുത്ത് വരില്ല, ലവ് എന്നുള്ളത് അപ്പോൾ കെസ്ര വന്ന്. ലവി ത്വലഅത്ത നീ എത്തി നോക്കുന്നതായാൽ, നീ കണ്ടിരുന്നുവെങ്കിൽ, അലൈഹിം അവരുടെ മേൽ തന്നെ, അവരെ ഈ ഗുഹയിലുള്ള ആളുകളെ, ലവല്ലൈത്ത വല്ലൈത്ത എന്നാണിത്. നീ പിന്മാറിക്കളയും, നീ പിന്തിരിയും. വല്ലൈത്ത ഇതെന്ന് പറഞ്ഞാൽ വല്ല എന്നാണ് പിന്തിരിയുന്നതിന് വല്ല എന്നാണ് പറയുക.
തിരിഞ്ഞു കളയുന്നതിന് വല്ല. ഇല്ല വല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ള ഇതാണ്. ലവല്ലൈത്ത മിൻഹും അവരിൽ നിന്ന്, മിൻ ഹും അവരിൽ നിന്ന് നീ പിന്മാറിക്കളയും, അല്ലെങ്കിൽ നീ പിന്തിരിയും. ഫിറാറ, ഫിറാറ എന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ട്. വലമുലിത്ത, വലമുലിത്ത നീ വ ആൻഡ് എന്ന് പറഞ്ഞാൽ ഭയം ഉണ്ടാവുന്നു. റോബ് എന്ന് പറഞ്ഞാൽ ബലം, ഭയം. മുലി എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് ഫില്ല് ചെയ്യുന്നതിനാണ് പറയുക മുലി. മിൽ മിൽ എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുന്നതിനാണ്. വല മുലിത്ത എന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് നിറയുന്ന പറഞ്ഞാൽ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഭയപ്പെടും, അല്ലെങ്കിൽ നല്ല ഭയം ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, മിൻഹും അവരെ സംബന്ധിച്ച്. അപ്പോൾ അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അവരെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ ഈ ആടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ഉറങ്ങുകയാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നും? ഉണർത്തിയിരിക്കുകയാണെന്ന് തോന്നും. അപ്പോൾ നമ്മളങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ട് നമ്മളുടെ ഉള്ളിൽ ഭയം നിറയുന്ന, ഉള്ളിൽ ഭയം നിറയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പേടിക്കുകയും ചെയ്യും. പേടി കൊണ്ട് നമ്മളെ ഉള്ളിൽ നിറയും. അതാണ് 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഫിറാറ, ഫിറാറ എന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ട്, റോബ ഭയത്താൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് അവർ ഉണർന്നിരിക്കുകയാണ് എന്ന് നീ ധരിച്ചു പോകും. വാസ്തവത്തിൽ അവർ ഉറങ്ങുന്നവരാണ്. നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ നായ ഗുഹാമുഖത്ത് അതിൻ്റെ 2 കൈകളും നീട്ടി വച്ചിരിക്കുകയാണ്. അവരുടെ നേർക്ക് നീ എത്തി നോക്കുന്ന പക്ഷം നീ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും അവരെപ്പറ്റി നീ ഭീതി പൂണ്ടവനായി തീരുകയും ചെയ്യും ആണ് പറയുന്നത്. ഓക്കെ, കുറച്ച് കൂടുതലുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ആയതിൽ പറഞ്ഞ എന്തൊക്കെയാണ്? അവരിലെ ഗുഹയിലുള്ള ഗുഹാവാസികൾ എന്ത് ചെയ്തു? അവർ പരസ്പരം പറയുന്നൊരു സംസാരമാണിത്. അവരുടെ ജനങ്ങളെയും അല്ലേ, അവരുടെ ജനങ്ങളെയും ആ ജനങ്ങൾ ആരാധിക്കുന്നതിനെയും എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ ബാക്കിയുള്ളതിനെല്ലാം അവർ ഒഴിവാക്കിയിട്ട് അവരെങ്ങോട്ട് പോയി? ഒരു ഗുഹയിലേക്ക് അഭയം തേടി, ലൽ കഹ്ഫി. എന്നിട്ട് അവരുടെ ഒരു പ്രതീക്ഷയാണെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് വിശാലപ്പെടുത്തി കൊടുക്കുകയും അവർ പറയാണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഉറപ്പിച്ച് പറയുകയാണെന്ത്? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അവർക്ക് വിശാലപ്പെടുത്തി കൊടുക്കുകയും അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം എന്തു ചെയ്യും? നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവരുടെ എല്ലാ കാര്യങ്ങളും സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പരസ്പരം പറയുകയാണ്, അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും അള്ളാഹു അവരെ സഹായിക്കുന്നുള്ളത് അവർ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ തഫ്സീറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീന് പാലിച്ച് ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പോൾ എന്താണ്? ഹിജ്റ പോകുകയാണ് ഉത്തമം. ദീന് പാലിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചത്. അപ്പോൾ ദീന് പാലിച്ച് നിൽക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ വിട്ടുപോവുക. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് നമ്മളെ ദീനും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെ ജനങ്ങളെ ഒഴിവാക്കിയിട്ട് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒഴിവാക്കരുതെന്ന് പറയാനുള്ള കാരണം ജുമുഅ ജമാഅത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിനോണ്ടാണ്. അല്ലാതെ ആൾക്കാരെ ഒഴിവാക്കി പോകുന്നതിൻ്റെ കാര്യമല്ല, അവിടെ ആരാധന നഷ്ടപ്പെട്ടു പോകുന്നതിനാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞിട്ട്
അല്ലേ പ്രബോധനം നടത്തി നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ കൊണ്ട് കഴിയുന്നത് ചെയ്യാം. നമുക്ക് നമ്മളുടേതായ ആരാധന നടത്താനും ഏതെങ്കിലും രീതിയിൽ പറഞ്ഞിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വിട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് തഫ്സീറിൽ പറയുന്നത്. ഓക്കെ. പിന്നെ 16-ൽ അപ്പോൾ അവർ വിട്ടുപോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു വിധേനയും അവരുടെ ദീനുമായിട്ട് അവിടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അവർ വിട്ടുപോയത്. അപ്പോൾ ഈ ഒരു പിന്നെ ആയയിലുള്ള കാര്യങ്ങൾ അവർ പരസ്പരം പറഞ്ഞതാണെന്നാണ് തഫ്സീറിൽ കാണുന്നത്. അവർ പരസ്പരം പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിത് നോക്കുന്ന സമയത്ത് വേറെ ആരോ പറയുന്ന മാതിരി നമുക്ക് തോന്നൂല്ലേ. ഒരു തഫ്സീറിൽ അള്ളാഹു അവരോട് പറഞ്ഞതാണെന്നും പറയുന്നുണ്ട്. പക്ഷെ കൂടുതൽ പേരിൽ അല്ലെങ്കിൽ കൂടുതൽ തഫ്സീറുകളിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം അവർ പരസ്പരം പറയുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതാണ് എൻ്റെ തഫ്സീർ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും അല്ലേ. അവർ ഗുഹയിൽ അഭയം പ്രാപിച്ചത് എങ്ങനെയാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ആയല്ലേ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആയാൽ 13-ാമത്തെ ആയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അവർ ഗുഹയിൽ കയറിയ ഉടനെ തന്നെ ഒരു ദുആ ആണ് ചെയ്തത്. ദുആയിൽ അവർ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയും അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാനുള്ളൊരു പിന്നെ സഹായവുമാണ് അവർ അവിടെ ചോദിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം, ഈ ഒരു 2 കാര്യം അവർ അള്ളാഹുവിൽ എന്ത് ചെയ്യുന്നു, ഉറച്ച് വിശ്വസിക്കുകയാണ്. അള്ളാഹു നൽകുന്നുള്ളത് അവർ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഓക്കെ. ഇനി 18-ാമത്തെ ആയതിൽ ഈ ഗുഹയുടെ അത്ഭുതം, ഗുഹേൻ്റെ അത്ഭുതമാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ആയൽ അള്ളാഹു പറഞ്ഞു തരുന്നതാണ് ഗുഹയുടെ അത്ഭുതമാണ്. എന്താണ് ഗുഹയിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രകൃതി, അതേപോലെ തന്നെ ഗുഹയ്ക്കുള്ളിൽ എന്താണ് കാലത്തിൻ്റെ പ്രവാഹം ഇവർ 309 കൊല്ലം അല്ലെങ്കിൽ 300 കൊല്ലം ഗുഹയിൽ താമസിച്ചിട്ട് അവർക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ഗുഹയ്ക്കുള്ളിലുള്ള അത്ഭുതമാണത്. ഗുഹയ്ക്കുള്ളിൽ അള്ളാഹു ഏർപ്പെടുത്തിയ അത്ഭുതമാണ്. അപ്പോൾ ഇത് പിന്നെ കടുത്ത ചൂട് അല്ലെങ്കിൽ വെയിൽ ഗുഹയിലേക്ക് എത്തുന്നില്ലെങ്കിലും അവർക്ക് എന്തെത്തുന്നുണ്ടായിരുന്നു, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഓക്സിജനും കാര്യങ്ങളൊക്കെ അവിടെ എത്തുന്നുണ്ട്, വെളിച്ചമൊക്കെ എത്തുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യില്ല, അവിടെ വെയിൽ ഇവരുടെ ഉറക്കത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അവർ ഗുഹേൻ്റെ ഉള്ളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അള്ളാഹുവിൽ സത്യത്തിനോട് യോജിച്ചും അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ സൗകര്യപ്പെടുത്തി തരും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായം വരും, നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. പിന്നെ തന്നെയുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് അല്ലേ, ഈ പിന്നെ സൂര്യനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത്രയും കാലം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ കിടത്തി ആ ഗുഹയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതാണ്. അപ്പോൾ അള്ളാഹു ആരെ നേർവഴിയിലാക്കിയോ അവർക്ക് നേർവഴിയുണ്ട്. ആരെങ്കിലും പിഴച്ചു അവനവൻ്റെ പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും പിഴച്ചോ അവരെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ്. അതിന് 18-ാമത്തെ ആയതിൽ ഇല്ലേ, അവരെ കാണുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാർ അവരെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആൾക്കാർ ഭയപ്പെടുന്നു പറയുന്നുണ്ടല്ലോ, ഭയന്നറിയുന്നു. അപ്പോൾ അത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, മറ്റുള്ളവരുടെ ശല്യത്തിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു രീതിയിൽ ആക്കിയത്. പിന്നെ അതേപോലെ തന്നെ അള്ളാഹു പിന്നെ ഈ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവർ തന്നെയാണല്ലേ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കൂലേ. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് അത് അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞത്. നുഖല്ലിബു
ഈ നൂന് അള്ളാഹു നാം എന്നുള്ള അല്ലേ നുഖല്ലിബുഹും ഹും ഇവിടെ അവർ ഗുഹാവാസികൾ. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ കിടക്കുന്ന സമയത്ത് ഇവിടെ ദാത്തൽ യമീനി ആൻഡ് ദാത്ത ഷിമാലി എന്നാണ് പറഞ്ഞത്. വലത്തോട്ടും ഇടത്തോട്ടും എന്നാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞില്ല, മലർന്ന് കിടക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, മലർത്തി കിടത്തി എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നും മലർന്ന് കിടക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒന്നുകിൽ വലത് വശത്തോട്ട് അല്ലെങ്കിൽ ഇടത് വശത്തോട്ട് കിടക്കാൻ പാടില്ല, മലർന്ന് കിടക്കാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ വേറെ ഈ ഒരു അയൽ ഒരു നായയെ പറ്റി പറയുന്നുണ്ട്. സത്യത്തിൽ നായ എന്താണ്, അത്ര നല്ലൊരു ജീവിയായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഈ വിശുദ്ധ ഖുർആനിൽ ഈ നായയുടെ ഈ ഒരു കഹ്ഫിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് അവർക്ക് കിട്ടുന്ന കാരുണ്യമൊക്കെ ആർക്കും കിട്ടിയിട്ടുണ്ട്, ഇവിടെ ആ നായക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നായ അവരുടെ ഒരു വേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്ന നായയായിരുന്നു എന്നാണ് പറയുന്നത്. വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ച നായയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂട്ടുകെട്ടിൻ്റെ കാര്യമാണ്. അപ്പം നായ മോശമാണെങ്കിലും സജ്ജനങ്ങളുടെ കൂടെ കൂടിയ സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്തിനും കിട്ടി, നായക്കും കിട്ടി. നായയും അവിടെ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു പ്രതിപാദ്യം നായയുടെ കാര്യം എവിടെ ഉണ്ട്? ആ നായ വിശുദ്ധ ഖുർആനിൽ ഖിയാമ നാൾ വരെ ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകളുടെ കഥയുടെ കൂടെ തന്നെ ആരുണ്ട്? നായയുടെ കഥയുണ്ട്. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാരണത്താൽ നായ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ജീവിയാണെന്ന് പറയുന്നില്ല. അപ്പോൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തഫ്സീറുകളിൽ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേട്ടയ്ക്ക് വേണ്ടി വേണമെങ്കിൽ നായ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ തന്നെ കാവലിന്, കൃഷിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നായയെ യൂസ് ചെയ്യാം. അല്ലാതെ പെറ്റായിട്ട് നമ്മൾ വളർത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, നായയെ നമുക്ക് വളർത്താൻ പാടില്ല എന്നാണ്. നായയെ വളർത്തുന്നത് ഹറാമാണ്. ഈ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നായയെ വളർത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് ഗുഹയിലേക്ക് നോക്കുന്ന സമയത്ത് പിന്നെ പിന്തിരിഞ്ഞോടിപ്പോവും, ഭയം കൊണ്ട് പിന്തിരിഞ്ഞോടിപ്പോവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, റസൂൽ ഗുഹയിലേക്ക് നോക്കുകയാണെങ്കിൽ ഭയം കൊണ്ട് എന്തായിപ്പോവും, പിന്തിരിഞ്ഞ് ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. ഇല്ല, തീർച്ചയായും നീ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. വല്ലൈത്ത മിൻഹും ഫിറാറ, എന്തുകൊണ്ട്? ഭയം കൊണ്ട്. അതുപോലെ തന്നെ വല മുലിത്ത, എന്ന് പറഞ്ഞാൽ നിറയുന്നതിനാണ്. എന്തെന്നറിയാം, ഭയം നിറയും. നമ്മുടെ മനസ്സിൽ ഭയം നിറയുന്നതിനാണ് എന്തറിയുന്നത്, വല മുലിത്ത മിൻഹും റുഅബ. ഈ ആളുകളെ, ഗുഹയിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഭയം നിറയുന്നു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്? ആരും അവരെ ശല്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണെന്ത്, ഈ ഒരു സംഭവം. ഓക്കെ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ട് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഫസ്റ്റ് ആയാൽ പറഞ്ഞത് അവരന്യോന്യം പറയുന്നൊരു കാര്യമാണ്. അള്ളാഹു ഒഴികെ ഈ അവരുടെ ജനങ്ങൾ ആരാധിച്ച് വരുന്നതിനെയും അവരുടെ ജനങ്ങളെയും ഈ ഗുഹാവാസികൾ എന്ത് ചെയ്തു, ഒഴിവാക്കി, വിട്ടൊഴിഞ്ഞ് അവരെവിടെ ചെന്നു, ഗുഹയിൽ അഭയം പ്രാപിച്ചു. എന്നിട്ട് അവർ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ് എന്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് വിശാലമാക്കി കിട്ടുകയും അതുപോലെ തന്നെ അവരുടെ കാര്യത്തിൽ അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും എന്നവർ ഉറച്ച് വിശ്വസിക്കുക. അതാണ് എന്ത് ഫസ്റ്റ് ആയൽ പറഞ്ഞത്. അടുത്ത ആയൽ 17-ാമത്തെ ആയൽ പറയുന്നത് ഗുഹയുടെ അത്ഭുതമാണ്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ സൂര്യൻ ഗുഹ വിട്ട് വലതുവശത്തോട്ടും അസ്തമിക്കുന്ന സമയത്ത് ഇടതുഭാഗത്തോട്ടും, സൂര്യൻ ഇടതുഭാഗത്തോട്ട് തിരിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തില്ല, ഗുഹയ്ക്കുള്ളിൽ വെയിലില്ല. അവരാണെങ്കിൽ ഗുഹയുടെ വിശാലമായ സ്ഥലത്ത് കിടന്നുറങ്ങുകയാണ്.
ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലെ സൂര്യനെ എന്ത് ചെയ്യുന്നു സൂര്യൻ്റെ വെയിൽ ഗുഹയ്ക്കുള്ളിലോട്ട് അടിക്കാതെ ഗുഹയ്ക്കുള്ളിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്തത് അത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം അള്ളാഹുവിലോട്ട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹിദായത്ത് കിട്ടും, ഹിദായത്ത് വർദ്ധിപ്പിച്ച് കിട്ടും. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഹിദായത്തും വർദ്ധിച്ച് കിട്ടും. നമ്മൾ ദുർമാർഗത്തിലാണെങ്കിൽ നമ്മൾ ദുർമാർഗത്തിലുണ്ടാവും. പിന്നെ എന്തില്ല, നമുക്ക് ഒരു വഴികാട്ടിയായിട്ട് ആരെയും കണ്ടെത്താൻ പറ്റില്ല. അതാണ്. പിന്നെ ലാസ്റ്റായാൽ ഗുഹാവാസികളെ സംബന്ധിച്ചാണ്, അവരുടെ ഉറക്കിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇവരെ ഈ കണ്ണ് തുറന്ന് വെച്ച് കിടക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, കണ്ണ് കുറേ കാലം അടച്ചു വെച്ച് കഴിഞ്ഞാൽ കണ്ണ് നശിച്ചു പോകുന്നതാണ് പറയുന്നത്. കണ്ണ് നശിച്ചു പോകുന്നതിൽ നിന്നും കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, കണ്ണ് തുറന്ന് വെച്ചിട്ട് ഉറക്കിയത് അവരെ. പിന്നെ അതുപോലെ തന്നെ അവരെ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ മറിച്ച് കിടത്തി എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ അവരെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു സൈഡിലേക്ക് മാത്രം കിടന്നു കഴിയുമ്പോൾ ശരീരം നശിച്ചു പോകുന്നത് ഇല്ലേ, കാലാകാലങ്ങളിൽ 3 നൂറ്റാണ്ടിലെ 300 വർഷമല്ലേ കിടന്നത്. അപ്പം അത്രയും കാലം കിടക്കുന്ന സമയത്ത് ശരീരം നശിച്ചു പോകുന്നതിന് വേണ്ടി നശിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തറച്ചും മറിച്ചൊക്കെ കിടത്തിയത്. അപ്പോൾ ഈ ചില മൃഗങ്ങൾ കണ്ണ് തുറന്ന് വെച്ചിട്ട് ഉറങ്ങുമെന്ന് പറയപ്പെടുന്നുണ്ട്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഡോൾഫിൻ, ഫിഷ്, സ്നേക്ക്, ക്രോക്കഡൈൽ, ഈ സംഭവങ്ങളൊക്കെ കണ്ണ് തുറന്ന് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ കണ്ണ് തുറന്ന് വെച്ചും ഉറങ്ങാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കഴിവാണ് അല്ലേ, അള്ളാഹുവിൻ്റെ കഴിവാണ് അതെല്ലാം. അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ സൃഷ്ടിക്കും അല്ലേ, ഇഷ്ടമുള്ള രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആൾക്കാരെ അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്യും. അതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്കിതിൻ്റെ തജ്വീദ് നോക്കാം. ഫസ്റ്റ് ആയാൽ وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا. ഇവിടെ വാവിലെ ഫഅ്വൂ എന്നുള്ള വാവിനെ നീട്ടാൻ ലമ്മയുണ്ട്. ലമ്മയെ നീട്ടാനൊരു കുഞ്ഞി വാവുണ്ട് അവിടെ, വാവ് സഗീറ, ചെറിയ വാവുണ്ട്. അതിൻ്റെ മുകളിലൊരു സാധാരണ മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹംസയാണ്. തൊട്ട് അടുത്ത വാക്കിൽ ഇലയുടെ ഫസ്റ്റ് ലെറ്റർ ഹംസ അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, 4 കൗണ്ട് നീട്ടിയില്ലേ. മദ് മുൻഫസിലാണിത്, മദ്ദുൽ മുൻഫസിൽ. മദ്ദിന് ശേഷം ഹംസ, മദ്ദും ഹംസയും വേറെ വാക്കിലാണ്, അതുകൊണ്ട് മദ് മുൻഫസിലാണ്. നിർബന്ധമായിട്ട് നീട്ടണമെന്നില്ല, പക്ഷേ 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യാം, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യാം. അപ്പോൾ ഫഊ ഇലൽ കഹ്ഫി. അതുപോലെ തന്നെ ഇവിടെ ഹംസത്തുൽ ഖതയാണ് ഇതിൻ്റെ മുകളിൽ. ഹംസത്തുൽ ഫ കഴിഞ്ഞിട്ടുള്ളത് ഹംസത്തുൽ ഖതയാണ്, അത് കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യാം. ഫഊ ഇലൽ കഹ്ഫി യൻഷുർ. ഇവിടെ സാക്കിനായ നൂനുണ്ട്, യാ കഴിഞ്ഞിട്ടുള്ളത് സാക്കിനായ നൂനാണ്. യൻഷുർ. അപ്പോൾ സാക്കിനായ നൂന് കഴിഞ്ഞിട്ട് വന്നത് ഷീനാണ്, അപ്പോൾ അത് ഇഖ്ഫാണ്. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ സൗണ്ടിനെ മറിച്ച് വെച്ചിട്ട് മണിക്കണം, പക്ഷേ നൂനിൻ്റെ സൗണ്ടിനെ മറിച്ചിട്ടാണ് മണിക്കുക. യൻഷുർ ലക്കും. യൻഷുർ. അപ്പോൾ ഇവിടെ റാക്ക് സുക്കൂനാണ്. അപ്പോൾ നമുക്കറിയാം റാക്ക് ഫതഹയാണെങ്കിലും ലമ്മയാണെങ്കിൽ റാ എന്താണ്, ഹെവിയാണ്. പക്ഷേ കെസ്റയുള്ള റാ എന്താണ്, ലൈറ്റാണ്. അപ്പോൾ സുക്കൂനിട്ട് കഴിയുമ്പോൾ നമുക്ക് ഫതഹയോ കെസ്റയോ ലമ്മയോ എന്നുള്ളത് ഇല്ല. ഫതഹയും കെസ്റയും ലമ്മ, ഇതിനാണ് റൂൾ, ഇങ്ങനെയാണ് റൂള്, ബേസിക് റൂൾ ഇതാണ്. അപ്പോൾ ഈ
സുക്കൂൻ ഇടുന്ന സമയത്ത് ലൈറ്റ് ആക്കണോ ഹെവി ആക്കണോ എന്ന് നോക്കുന്നത് നമ്മൾ തൊട്ട് ബാക്കിലുള്ള അക്ഷരത്തിനെ നോക്കുക. തൊട്ട് പിറകിലുള്ള അക്ഷരം അവിടെ ഷീനിന് ലമ്മയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, റാ ഹെവിയാണ്. യൻഷുർ യൻഷുർ ലക്കും റബ്ബുക്കും. ഇവിടെ മീമുണ്ട്, സാക്കിനായ മീമിന് ശേഷം മീമ് വന്ന്, അപ്പോൾ ഇതാ ഓക്കെ. റബ്ബുക്കുമ്മിൻ റബ്ബുക്കുമ്മി, അതുകൊണ്ടാണ് ഈ മീമിന് എന്ത് വന്നത്, ശ്രദ്ധ വന്നത്. റബ്ബുക്കുമ്മി മിൻ, മിൻ സാക്കിനായ നൂനാണ്, നൂനിന് ശേഷം വന്നത് റായാണ്. അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം റാ വന്നു കഴിഞ്ഞാൽ, തൻവീന് ശേഷം റാ വന്നു കഴിഞ്ഞാൽ ഇദാമാണ് മണിക്കാണ്ട് ലയിപ്പിക്കുക. ഇദാം ബില ഉന്ന, മണിക്കാണ്ട് ലയിപ്പിക്കുക. മിർറഹ്മത്തി മിർറഹ്മത്തി ഓക്കെ. മിർറ അവിടെ റാ ഹെവിയാണ്. മിർറഹ്മത്തിഹി. ഹാ കഴിഞ്ഞിട്ട് അവിടെ ഒരു എന്തുണ്ട്, ഒരു ചെറിയ യാ ഉണ്ട്, കെസ്റയെ നീട്ടാണ്ട് യാ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2 കൗണ്ട് നീട്ടിയിട്ട് റഹ്മത്തിഹി, റഹ്മത്തിഹി എന്ന് പറഞ്ഞാൽ 2 കൗണ്ട് നീട്ടുക. റഹ്മത്തിഹി വയുഹയ്യ്. ഇവിടെ ഈ ഹംസത്തുൽ ഖത്തയാണ്, യാൻ്റെ സീറ്റാണ്. വയുഹയ്യ്, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുക. വയുഹയ്യ് ലക്കും, ലക്കുമ്മിൻ. സാക്കിനാൻ മീമ് കഴിഞ്ഞിട്ട് ഇവിടെ മീമാണ്, ഇത് രണ്ടും മിക്സ് ചെയ്യുക. അതുകൊണ്ടാണ് മീമിൻ്റെ ശബ്ദ വന്നത്, മണിക്കുക. ലക്കുമ്മി ലക്കുമ്മിൻ. പിന്നെ മിൻ, മിൻ എന്നുള്ളത് സാക്കിനായ നൂനുണ്ട്, മിൻ കഴിഞ്ഞിട്ട് ഹംസയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൽഹാറാണ്, വെളിവാക്കുക. മിൻ അംരിക്കും, മിൻ അംരിക്കും. ഇവിടെ ഈ റാ ലൈറ്റാണ്, കാരണം ഇത് കെസ്റയാണ്. അംരി, രീ എന്നേ പറയാം, റീ പറയരുത്. മിൻ അംരിക്കും, മിൻ അംരിക്കും. ഈ മീമിന് ശേഷം വന്നത് വീണ്ടും മീമ് വന്നു, അപ്പോൾ 2 മീമും കൂടി മിക്സ് ചെയ്തിട്ട് മിൻ അംരിക്കും മിർഫഖ. അതുപോലെ തന്നെ ഈ മീമിൻ്റെ ശേഷം വന്ന റാ അല്ലേ, റാ സുക്കൂനാണ്, പക്ഷെ അത് ലൈറ്റാണ്, ലൈറ്റായിട്ടാണ് റാ ലൈറ്റായിട്ടാണ് ഇവിടെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. കാരണം അതിന് തൊട്ട് ബാക്കിലുള്ളത് മീമിന് കെസ്റയാണ്, കെസ്റയുള്ള മീമാണ്. മിർഫഖ മിർഫഖ. അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് ഖാഫിന് ഫത്തഹ തൻവീനാണ്, ഒരു ഫത്തഹയും ഒരു മദ്ദും വെച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. മിർഫഖ ഓക്കെ. അപ്പോൾ ഈ ഒരു റാ ഹെവിയാണ്, കാരണം ബാക്കിലുള്ളത് സുക്കൂനാണ്. ഈടെ ലൈറ്റാണ്, കാരണം ബാക്കിനുള്ളത് കെസ്റയാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. എന്തായ ഫതറശംസ ഇദാ ത്വലഅത്. അപ്പോൾ നമ്മളിതുവരെ കാണാത്തൊരു തജ്വീദിൻ്റെ റൂളാണിത്. ഇവിടെ താക്ക് സുക്കൂന് വന്നു അല്ലേ, താക്ക് സുക്കൂനുണ്ട്, അവിടെ സുക്കൂൻ ഇട്ടിട്ടില്ല, സുക്കൂനാണ്, താക്ക് സുക്കൂനാണ്. തൊട്ടടുത്ത് വന്നത് താക്ക് ഫത്തയാണ് അല്ലേ, ഫത്തയാണ്. അപ്പോൾ ഒരു ഫത്തയുള്ള തായും ഒരു ഫത്തയുള്ള ഒരു സുക്കൂനുള്ള തായും ഒരു ഫത്തയുള്ള തായും, ഫത്തയാണല്ലോ തസാവറു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരേപോലെ ഒരേ അക്ഷരം അടുത്തടുത്ത് വരിക, ഒരേ അക്ഷരം അടുത്തടുത്ത് വരിക. ഇവിടെ താ തന്നെയാണ് അടുത്തടുത്ത് വന്നത്. ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തുമാണെങ്കിൽ അവിടെ അതിൻ്റെ റൂൾ പറയുന്നത് ഇദാമാണ്. ഇദാം എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുക. ഇദാം മുത്തമാസിലൈൻ, ഇദാം മുത്തമാസിലൈൻ എന്ന് പറഞ്ഞാൽ മിസ്ല് എന്ന് പറഞ്ഞാൽ ഒരേപോലെ എന്നുള്ളതാണ്. ഇത് ഒരേപോലെ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, ഒരേ അക്ഷരം തന്നെയാണ്. ഈ ഒരു റൂളിൻ്റെ പേര് ഇദാം മുത്തമാസിലൈൻ എന്നാണ്. ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ തായ് പ്രൊനൗൺസ് ചെയ്യൂല, പകരം ഈ താക്ക് ശ്രദ്ധയിട്ട് പ്രൊനൗൺസ് ചെയ്യും. ഈ സുക്കൂനിട്ടുള്ള താ പ്രൊനൗൺസ് ചെയ്യൂല, പകരം രണ്ടാമത്തെ താക്ക് ശ്രദ്ധ ഇട്ടിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഒരേപോലത്തെ 2 അക്ഷരങ്ങൾ, ഒരേപോലത്തെ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരം അടുത്തടുത്ത് വരികയും ഫസ്റ്റ് അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടാവുകയും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്ത് ഉണ്ടാകുകയും ചെയ്താൽ
രണ്ടക്ഷരവും കൂടി മിക്സ് ചെയ്തിട്ട് കൂട്ടിയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. രണ്ടാമത്തെ അക്ഷരത്തിന് ശ്രദ്ധ ഇട്ടിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഈ നിയമം ബാധകമല്ലാത്ത ചില കേസുകളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ മദ്ദിൻ്റെ കേസിൽ. ഇപ്പോൾ യാ മദ് എന്ന് പറഞ്ഞാൽ യാ സുക്കൂനാണ്. അത് കഴിഞ്ഞിട്ട് യാ ഒരു ഹർക്കത്തുള്ള യാ വന്നു കഴിഞ്ഞാൽ എന്തല്ല, ആ നിയമം ഇവിടെ ബാധകമല്ല. അപ്പോൾ ഉദാഹരണത്തിന് ഫീ യൗമിൻ, ഫീ യൗ, ഫീ കഴിഞ്ഞിട്ടുള്ളത് യാ മദ്ദാണ്. ഓക്കെ, തൊട്ടടുത്തുള്ളത് യാ ഫതയാണ്. ഇത് രണ്ട് മിക്സ് ആവില്ല. കാരണം ഇതെന്താണ്, അത് മദ്ദിനുള്ളതാണ്. മദ് നീട്ടാനുള്ളത് വാവായാലും യാ ആയാലും മിക്സ് ചെയ്യൂല. അതേപോലെ തന്നെ കാലു വഹും, കാലു വഹും എന്നുള്ളത് രണ്ടും കൂടി മിക്സ് ചെയ്യൂല. ഓക്കെ, ഹർക്കത്തൊന്നും ഇല്ലാത്തൊരു അക്ഷരം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഹർക്കത്ത് സുക്കൂനാണ്. ഒരു ഹർക്കത്തില്ലാത്ത അക്ഷരം നമ്മൾ ഖുർആനിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ്, സുക്കൂനാണ് അതിൻ്റെ അടയാളം. അത് അപ്പോൾ നമ്മൾ ഈ നീട്ടാനുള്ള സംഭവത്തിനൊക്കെ എന്താണ്, സുക്കൂനായിരിക്കും. നീട്ടാനുള്ളതിനൊക്കെ സുക്കൂനായിരിക്കും. അപ്പോൾ ആ സുക്കൂനും തൊട്ടടുത്ത അക്ഷരവും തമ്മിൽ എന്ത് ചെയ്യൂല, മിക്സ് ആവില്ല. കാരണം അത് നീട്ടാനുള്ള മദ് അക്ഷരമായതുകൊണ്ട്. പിന്നെ രണ്ടാമത്തേത് പിന്നെ സാക്കിന നൂനിന് ശേഷം നമുക്ക് വേറെ റൂളുണ്ട് അല്ലേ. സാക്കിന നൂനിന് ശേഷം നൂന് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമാണ്. ഇദ്ഗാ ബ്യോന്ന, അവിടെ മണിക്കുക എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതിന് ബാധകമല്ല. അതേപോലെ തന്നെ സീന് സക്തയുള്ള സമയത്തും എന്തില്ല, ഇത് ബാധകമല്ല. ഈ ഒരു കാര്യം, ഈ ഒരു റൂള് ബാധകമല്ല. അല്ലാത്ത കേസിലാണ് ഈ ഒരു നിയമം ബാധകമാകുന്നത്. ഓക്കെ, ഈ ഒരു സൂറയിൽ ഇനിയും വരുന്നുണ്ട്. അപ്പം പറഞ്ഞത് മനസ്സിലായിക്കൂടല്ലായിരിക്കും കേട്ടോ. ഇവിടെ പറഞ്ഞല്ലോ, തൊല അത്തജാവറു, തൊല അത്തജാവറു അങ്ങനെയാണ് പറയുക. തൊല അത്ത. ഓക്കെ, പിന്നെ ഇവിടെ എന്നുള്ളിടത്തിൽ സാക്കിനാനൂനാണ്. കഴിഞ്ഞിട്ട് വന്ന് കാഫാണ്. സാക്കിനാനൂനിന് ശേഷം കാഫ് വന്ന് കാഫിൻ്റെ മാറജിൽ വെച്ചിട്ട് മണിക്കുക. അങ്കഫിഹിം, അങ്കഫിഹിം ദാത്തൽ യമീനി വ ഇദാ. ഇവിടെ എന്താ വന്നിരിക്കുന്നു, ഒറബത്ത്, ഒറബത്ത്. ഇവിടെ താക്ക് സുക്കൂനാണ്, തൊട്ടടുത്ത് വന്നത് തായാണ്. അപ്പോൾ രണ്ട് തായും കൂടി ഇവിടുത്തെ മാതിരി തന്നെ ഇവിടെ മിക്സ് ചെയ്യുക. ഇതാ തമാസിലൈൻ, ഒറബത്ത് തഖരിദുഹും, ഒറബത്ത് തഖരിദുഹും ദാത്തശ്ശിമാലി വഹും ഫീ ഫജുവത്തിൻ. അവിടെ സാക്കിനായ തൻവീനുണ്ട്. താടെ അടിയിൽ തൻവീനാണ്, തൊട്ടടുത്തുള്ളത് മീമാണ്. അപ്പോൾ സാക്കിന തൻവീന് ശേഷം മീമ് വന്നാൽ ഇദാമാണ്. ഇദാം ബ്യോന്ന. തൻവീനിലുള്ള നൂനിനെ മീമിലോട്ട് ജയിപ്പിക്കും. തൻവീനിലുള്ള നൂനിനെ മീമിലോട്ട് ലയിപ്പിച്ചിട്ട് മീമിനെ ശ്രദ്ധയിടും, മീമിനെ മണിക്കുക. ഓക്കെ, ഫീ ഫജ്വതിമ്മിൻ, ഫീ ഫജ്വതിമ്മിൻ. ഇവിടെ ഹ മിൻ ഹു ആണ്. ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടവാണെങ്കിൽ അപ്പോൾ ഹാക്ക് സുക്കൂനിട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. മിൻ ദാലിക മിൻ ആയാത്തില്ല. ഇവിടെ ഈ മിൻ ഉണ്ടല്ലോ, മിന്നിൻ്റെ സാക്കിനായ നൂനിന് ശേഷം ഹംസയാണ് വന്നത്, ഇൽഹാറാണ്. മിൻ, നമ്മൾ ആ നൂനിനെ ക്ലിയർ ആയിട്ട് പറയും, മിൻ, മിൻ ആയാത്തില്ല. അടുത്തത് മൻ, അവിടെ സാക്കിനായ നൂനാണ്. അത് കഴിഞ്ഞിട്ട് യാ ആണ് വന്നത്. മണിക്കുക. ഇദാം ബ്യോന്ന. സാക്കിനായ നൂനിന് ശേഷം യാ വന്നു കഴിഞ്ഞാൽ ഇദാമാണ്. ഇദാം ബ്യോന്ന. മയ്യഹ്ദില്ല, മയ്യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. ഇവിടെ ഇവിടെ എന്താണ്, സാക്കിനായ നൂനിന് ശേഷം യാ വന്നു. അത് എന്ത് ചെയ്യുക, ഇദാമാണ്. ഇദാം ബ്യോന്ന. അപ്പോൾ വമയ്യുദ്ലിൽ ഫലൻ. ഇവിടെ ഫലൻ എന്നുള്ള താക്കിനായ നൂനിന് ശേഷം തായാണ് വന്നത്. ഇഖ്ഫാണ്. ഫലൻ തജിദ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ച് വെച്ച് മണിക്കുക, നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെച്ച് മണിക്കുക. ഫലൻ തജിദ, ഫലൻ തജിദ ലഹു. ഇവിടെ ഹാക്ക് രണ്ട് ഹർക്കത്ത് നീട്ടിയിട്ട് ഹ
ഹൂ ആണ്. ഹൂ ഇവിടെ നീട്ടാൻ വാവ് മദ്ദുണ്ട്. ലഹു വലിയം, വലിയ എന്നുള്ളിടത്തിൽ തൻവീനുണ്ട്. അത് കഴിഞ്ഞിട്ട് മീമാണ് വന്നത്. വലിയം മുർഷിദ, വലിയം മുർഷിദ. തൻവീന് ശേഷം മീം വന്നാൽ ഇദാം, ഇദാം ബിയോന്ന മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക. അടുത്തായ തഹ്സബൂൻ വതഹ്സബുഹും ഐഖാവൻ. വാൻ്റെ മുകളിൽ എന്തുണ്ട്? തൻവീനുണ്ട്. അത് കഴിഞ്ഞിട്ട് വാവ്. അപ്പം ഐഖാവം വഹും, ഐഖാവം വഹും റുഖൂദ്, വഹും റുഖൂദ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ളൊരു ചിഹ്നമുണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇനി ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ തൻവീനാണ് അല്ലേ, റുഖൂദുൻ. അത് കഴിഞ്ഞിട്ട് വാവാണ്. എന്ത് ചെയ്യുക? മിക്സ് ചെയ്ത് മണിക്കുക, മണിച്ചിട്ട് മിക്സ് ചെയ്യുക. റുഖൂദും വ, റുഖൂദും വ നുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ഷിം. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഷിമാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. കൂട്ടി ഒന്നാണ് നല്ലത്. ഷിമാൽ. വഹും വകൽബുഹും അല്ലേ, സാക്കിനായ മീമിന് ശേഷം ബാ വന്ന്, സാക്കിനായ മീമിന് ശേഷം വന്ന് ഇഖ്ഫ അല്ലേ, ഷഫബി മീമിൻ്റെ റൂളാണ്. അപ്പോൾ വകൽബുഹും ബാസിത്ത്, വകൽബുഹും ബാസിത്തുൻ. താക്ക് ലമ്മയ തൻവീനാണ്. ദി ബാസിത്തുന്തി, ബാസിത്തുന്തി. എന്താണ് ഇത്? ഇഖ്ഫ ആണ്. ദാലാണ് ഇഖ്ഫ. ബാസിത്തുന്തിറൈഹി ബിൽ വസീദ്. ഈ ദാല് ഖൽഖലയുടെ ദാലാണ്. ഇത് ബിൽ വസീദ്. ഇവിടെ ഒരു ജീമാണ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഈക്വലാണ്. ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും കൂട്ടി ഓതുന്നതും ഈക്വലാണ്. ഒന്നിനും എന്തില്ല, ഫള് കൂടുതലില്ല. അപ്പോൾ വേണമെങ്കിൽ നിർത്താം. ലവിത്വലത്ത, ലവിത്വ, ലൗ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ലൗ ഇത്വലത്ത എന്നാണ്. അപ്പോൾ ഇത് കൂട്ടി വന്നുകൊണ്ടാണ് ലവി. കാരണം രണ്ട് സുക്കൂൻ അടുത്ത് വന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. രണ്ട് സുക്കൂൻ അടുത്ത് വരുന്നത് കൊണ്ടാണ്. സത്യത്തിൽ ഇത് ലൗ ആണ്. ലൗ, ലവിത്വലത്ത അലൈഹിം ലവല്ലൈത്ത, ല വല്ലൈത്താണ്, ലവല്ലൈത്ത മിൻഹും. ഇവിടെ സാക്കിനായ നൂനുണ്ട്. നൂനിന് ശേഷം ഹ ആയതുകൊണ്ട് ഇൽഹാർ, നൂനിനെ ക്ലിയർ ആക്കിയിട്ട് വെളിവാക്കി പറയാം. മിൻഹും ഫിറാറ, ഫിറാറ. ഇവിടെ റോ പത്തേ തൻവീനുണ്ട്. കഴിഞ്ഞിട്ട് വാവാണ്. അപ്പോൾ എന്ത് ചെയ്യുക? തൻവീനിന് ശേഷം വാവ് വന്നു കഴിഞ്ഞാൽ ഇദാമാണ്. ഇദാം ബിയോന്ന, ഇദാം ബിയോന്ന മണിച്ച് കൊണ്ട് എന്ത് ചെയ്യുക? ലയിപ്പിക്കുക. ഫിറാറം വ, ഫിറാറം വല മുലിത്ത. ഇവിടെ ഹംസത്തുൽ ഖത്തയാണ്. മുലിത്ത കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുക. വല മുലിത്ത മിൻഹും. ഇവിടെയും ഇൽഹാറാണ്. മിൻഹും റുഅബ, റുഅബ. ഇവിടെ ബ ഫത്തഹ തൻവീനാണ്. ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് ഫത്തഹയും ഒരു മദ്ദും വെച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. റുഅബ. അപ്പോൾ അത്രയുമാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത്രയും കൂടുതൽ വരുന്ന സമയത്ത് രണ്ടായി ആക്കാം. ഓക്കെ. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ അല്ലേ സൂറത്തുൽ കഹ്ഫ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പോകുന്ന സൂറയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഓരോ ആയ നമ്മൾ പഠിക്കുന്ന സമയത്തും അല്ലേ, ഓരോ ആഴ്ചയിൽ നമ്മൾ 3 ആയ വീതം പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ അതിൻ്റെ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി, ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പരമാവധി പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും പറയാനും അല്ലേ, പറയാനും അതുപോലെ തന്നെ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു എളുപ്പം എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم
വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.